ഒരു മാസത്തിന് ശേഷമാണ് കേട്ടോ നമ്മളിത് ഇങ്ങനെ കാണാൻ പോകുന്നത്. ഒത്തിരി പ്രശ്നങ്ങൾ കാരണം എനിക്ക് ഒരു മാസത്തോളം വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ ഒക്കെ കാണാം കേട്ടോ. അങ്ങനെ ഇന്നൊരു വിഷു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. വിഷുവിന് ഞാനിത് ഈ ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന സ്കേർട്ടും ബ്ലൗസും ഒക്കെ ആയിരുന്നു കേട്ടോ. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് ഞാനിത് ഒരു ധാവണി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മേക്കപ്പ് കൂടെ ചെയ്തെടുക്കാം. ഇത്തവണത്തെ വിഷു എനിക്ക് വലിയ സെലിബ്രേഷൻ മോഡൊന്നും അല്ലായിരുന്നു കേട്ടോ. എന്നാലും ഒന്ന് ഒരുങ്ങിക്കഴിഞ്ഞാൽ ഒരു വിഷു ആണ് ഓണാണെന്നൊക്കെ എനിക്കൊന്ന് ഫീൽ ചെയ്യും. അത് കാരണം ഞാൻ വേഗം ഒന്ന് ഒരുങ്ങിയതാണ്. അതും കോടിയൊന്നും അല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ഒരു ധാവണി എടുക്കാൻ തന്നെ ഞാൻ മിനിമം ഒരു അരമണിക്കൂർ എടുത്തിട്ടുണ്ടാവും ഈ ഷോൾ ഒന്ന് പ്ലേറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനും അപ്പം തല കുത്തി മറിഞ്ഞിട്ടാണ് ഇത് ഇങ്ങനെയെങ്കിലും ഒന്ന് ആക്കിയെടുത്തത്. അതിനുശേഷം എന്താ ഞാൻ ഐ മേക്കപ്പ് ഒക്കെ ചെറുതായിട്ടൊന്ന് ചെയ്യാമെന്ന് കരുതി. കൺമഷി ആണെങ്കിൽ എൻ്റെ ഫേസിന് ഒട്ടും ചേരില്ല കേട്ടോ. പക്ഷെ ട്രഡീഷണൽ ലുക്കിൽ എങ്ങനെയാണ് കൺമഷി ഇല്ലാണ്ട് ഒരുങ്ങുകയെന്ന് കരുതിയിട്ട് ഞാൻ തൊട്ടില്ല എന്നുള്ള മട്ടിലാണ് കൺമഷി ഒന്ന് എഴുതി കൊടുക്കുന്നത്. എന്നെ പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോബ്ലം ഉണ്ടോ ഇല്ലെന്ന് പറയണം കേട്ടോ. ചില കുട്ടികൾക്കാണെങ്കിൽ കൺമഷിനി എത്ര വാരിക്കൊരു തേച്ചാലും നല്ല ലുക്കായിരിക്കും കാണാനായിട്ട്. ഈ ഒരു പ്രഹസനമൊക്കെ കഴിഞ്ഞിട്ട് വേണം 2 മാൻഡറ്ററി വിഷു ഫോട്ടോഷൂട്ട് ഒന്ന് നടത്താൻ വേണ്ടിയിട്ട്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, അത് മുൻപേ ചെയ്യണമെന്നായിരുന്നു. വിഷുവിനെങ്കിലും എടുക്കാമെന്ന് കരുതിയിട്ടോ ഞാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പോകാനുള്ളത് ഡ്യൂട്ടിക്കാണ്. അതേ, ഞാനും ഒപ്പം വിഷു ആയിട്ടൊന്ന് ഓൺ ഡ്യൂട്ടിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം എന്താ സെറ്റായിട്ട് ഇറങ്ങുന്നുണ്ട്. ചെറിയൊരു ലിപ്സ്റ്റിക് ഷെയ്ഡൊക്കെ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു കുട്ടി പൊട്ടുകൂടെ കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓപ്പൺ ഹെയർ സ്റ്റൈലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആക്സസറീസ് ആയിട്ട് ചെറിയൊരു ജുംക്ക പെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഹാങ്ങിങ് ആയിട്ടുള്ള ജുംക്കയാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയെന്ന് പറയാം കേട്ടോ. നിങ്ങളുടെ ലുക്കൊക്കെ ഏതായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.